സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും എല്ലാ ശ്രോതാക്കൾക്കും ജീസസ് വോയിസിലെ എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 28-ാം വാക്യം. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 28-ാം വാക്യത്തിൽ മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോൽ നാം കാണുകയാണ്. നീതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ജീവൻ്റെ താക്കോലായി നാം ഈ വാക്യത്തിൽ കാണുന്നത്. എന്നാൽ മരണത്തിൻ്റെ പാത അഥവാ മാർഗം വിട്ടുപോകുവാനും നാം നീതിയുടെ മാർഗത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് നീതിയുടെ മാർഗം അഥവാ ജീവൻ്റെ പാത? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14 അതിൻ്റെ 6-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നതെന്ന്. ജീവനാകുന്ന ക്രിസ്തുവിൻ്റെ പാത അഥവാ മാർഗം അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്യന്തികമായി ലഭിക്കുന്ന അനുഗ്രഹമാണ് ജീവൻ. ക്രിസ്തുവിൻ്റെ പാതയിൽ ജീവനുണ്ട് എന്ന് വചനം പറയുന്നു. ക്രിസ്തുവിൻ്റെ മാർഗം വിട്ടു നടക്കുന്ന ഒരു മനുഷ്യന് ജീവനെ കണ്ടെത്തുക അസാധ്യമാണ്. മാർഗവും സത്യവും ജീവനുമായ ക്രിസ്തു ഓരോ മനുഷ്യനെയും മാടി വിളിക്കുന്നു: വരിക, നിത്യ ജീവൻ പ്രാപിക്കുക എന്ന്. മരണത്തിൻ്റെ കെണികൾ ഈ അന്ത്യകാലത്ത് ഓരോ മനുഷ്യനെയും കെട്ടി മുറുക്കുമ്പോൾ അതിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യൻ പല പാതകൾ തേടുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ തേടുന്ന പല മാർഗങ്ങളും അവനെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് ശലോമോൻ രാജാവെന്ന ജ്ഞാനിയിലൂടെ ഒരു പ്രബോധനം നൽകുകയാണ്: നീതിയുടെ മാർഗത്തിലേക്ക് വരിക എന്ന്, അഥവാ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് വരിക എന്ന്. ക്രിസ്തുവിൻ്റെ പാതയിൽ അഥവാ ജീവൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും നിത്യജീവൻ്റെ അവകാശമാണ് ലഭിക്കുന്നത്. യേശു 2020 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂലോകത്തിലേക്ക് വന്നത് മാനവരാശിയെ നീതിയുടെ മാർഗത്തിലേക്ക് നയിക്കാനാണ്, ജീവൻ്റെ പാതയിലൂടെ നടത്താനാണ്. അങ്ങനെ അവർക്ക് ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാൻ ക്രിസ്തു വന്നു. ആ ക്രിസ്തുവിൻ്റെ ആ യേശുവിൻ്റെ പാതയിൽ മാർഗത്തിൽ നാം ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ സമൃദ്ധിയായ ജീവൻ നമ്മിൽ വെളിപ്പെടുവാൻ ഇടയാകും. അത് ജീവൻ്റെ പാതയും അതുപോലെ തന്നെ മരണത്തിൻ്റെ കെണികളും
ഉള്ള ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ആ നീതിയുടെ മാർഗത്തിൽ, ആ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ, ആ യേശുവിൻ്റെ പാതയിൽ ജീവിക്കുവാൻ ഇന്ന് പോൽക്കാലം തിരുവചനം കേട്ട എല്ലാവർക്കും ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ. സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. വിശ്വാസത്താലെയാ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനും മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. നാഥനും മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ